സോ ഫ്രണ്ട്സ്, ആദ്യമായിട്ട് നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഞ്ചിൻ്റെ അടിയിലുള്ള എഞ്ചിൻ ഡ്രെയിൻ ബോൾട്ട് ലൂസാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഡ്രെയിൻ ബോൾട്ട് ലൂസാക്കാൻ വേണ്ടി 12-ൻ്റെ റിംഗ് സ്പാനർ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം നമ്മൾ സാധാരണ അതിൽ സ്പാനേഴ്സ് യൂസ് ചെയ്യുമ്പം അതിൻ്റെ ഹെഡ് സ്ലിപ്പായിട്ട് അതിൻ്റെ ത്രെഡിന് കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പിൽക്കാലത്ത് അത് ഊരാനോ ഇടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ റിംഗ് സ്പാനർ ഉപയോഗിച്ചിട്ട് അത് ലൂസാക്കിയ ശേഷം മെല്ലെ പയ്യെ അത് ഊരി കൊണ്ടുവരാം. എന്നിട്ടാകുമ്പോൾ താഴെ ഒരു ബക്കറ്റോ, അതായത് നമ്മളെ ഡ്രെയിൻ ചെയ്ത് പോകുന്ന ആ വേസ്റ്റായിട്ട് പോകുന്ന എഞ്ചിൻ ഓയിൽ കീപ്പ് ചെയ്യാൻ വേണ്ടി സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക. അതായത് ഒരു ബക്കറ്റ് ജസ്റ്റ് അതിന് ഡ്രെയിൻ ആക്കാൻ വേണ്ടി ജസ്റ്റ് സമയം കൊടുക്കുക. അതായത് ആദ്യം കുറച്ച് ഫ്രീസ് ആയിട്ട് കുറച്ചിങ്ങനെ ഫ്ലൂയിഡൊക്കെ ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ഡ്രെയിൻ ആവുന്നവരെ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് വെക്കുക. അതിങ്ങനെ അതിൻ്റെ ഒഴുക്ക് നിന്നിട്ട്, അതായത് ഏകദേശം ഇതുപോലൊക്കെ ആയിട്ട് ലാസ്റ്റ് ഇങ്ങനെ ഓരോ ഡ്രോപ്ലെറ്റ് വരും. ആ സമയത്ത് ജസ്റ്റ് നിങ്ങൾ എന്തായാലും വണ്ടി ജസ്റ്റ് ഒന്നൊക്കെ ലെഫ്റ്റോട്ടോ റൈറ്റോട്ട് ജസ്റ്റ് ഒന്ന് അനക്കി കൊടുക്കുക. അതായത് കുറച്ചൊന്ന് ചെരിച്ച് വെക്കുക. അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് ബാക്കി വന്നിട്ടുള്ള അവശേഷിച്ചിട്ടുള്ള ഓയിൽസും കൂടെ പുറത്തേക്ക് വരുന്നവരെ കാണാൻ പറ്റും. അതായത് മാക്സിമം അതിനകത്തുള്ള വേസ്റ്റ് ആയിട്ടുള്ള, അതായത് നമ്മൾ ഡ്രെയിൻ ചെയ്ത് അതിനകത്തുള്ള ഓയിൽ, കറൻ്റിൽ അതിനകത്തുള്ള ഓയിൽ ഡ്രെയിൻ ചെയ്ത് കളയുക എന്നുള്ളതാണ് നമ്മൾ പ്രധാന ലക്ഷ്യം. അതുകൊണ്ട് വണ്ടി ചിരിച്ചിട്ട് കുറച്ച് എഞ്ചിൻ ഓയിൽസ് കൂടെ ബാക്കിയുണ്ടാവും. അപ്പോൾ അതുകൂടെ പുറത്തേക്ക് കൊണ്ടുവരുന്ന വിധം എല്ലാ ഓയിലും ഡ്രെയിൻ ആയ ശേഷം നമ്മൾ ആ ഡ്രെയിൻ ബോൾട്ടും അതിൻ്റെ വാഷറൊക്കെ ജസ്റ്റ് ക്ലീൻ ചെയ്യുക. ഒരു ക്ലോത്ത് എടുത്തിട്ട് അത് ജസ്റ്റ് ക്ലീൻ ചെയ്യുക. പിന്നെ അതുകൂടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡ്രെയിനൊരു വാഷർ ഉണ്ടാവും. അപ്പോൾ ആ വാഷർ ഡാമേജ് ആയതിനോ ഓയിൽ മാറ്റുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ ഒരു സെപ്പറേറ്റ് വാഷർ കയ്യിൽ കയറുന്നത് നല്ലത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഡ്രെയിൻ ചെയ്യുന്ന സമയത്ത് വാഷറിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടി സഹായിക്കും. ഇൻ കേസ് നമ്മളെ വാഷറിന് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് റീപ്ലേസ് കൊടുക്കുക. അല്ലെങ്കിൽ അത് പിൽക്കാലത്തൊരു ഓയിൽ ലീക്കിലേക്ക് ചാൻസ് വരാൻ വേണ്ടിക്ക് കാരണം. അതിനുശേഷം ഓയിൽ ഫുള്ള് ഡ്രെയിൻ ആയ ശേഷം നമ്മൾ ആ ഓയിൽ ഡ്രെയിൻ ആയ ഏരിയ മൊത്തത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ എക്സസ് ആയിട്ടുള്ള എന്തെങ്കിലും ഓയിൽസിൻ്റെ കണ്ടൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ട് ഫുള്ള് എംപ്റ്റി ആക്കി രീതി, അതായത് ഫുള്ള് ക്ലീൻ ആക്കി വെക്കാം. അതായത് നമ്മൾ ഈ ഡ്രെയിൻ ചെയ്തിട്ട് എല്ലാം പോയ ശേഷം നിങ്ങൾ ജസ്റ്റ് അതായത് ഓയിൽ ഫില്ല് ചെയ്യുന്ന ക്യാപ്പ് കൂടി ജസ്റ്റ് ഓപ്പൺ ആക്കി വെക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് കുറച്ചുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ഡ്രെയിൻ ആകുമ്പോൾ അത് ഹെൽപ്പ് ചെയ്യും. ആഫ്റ്റർ ഓൾ എല്ലാം ചെയ്ത ശേഷം നമ്മളെ ഡ്രെയിൻ ബോൾട്ട് അതിനകത്ത് സ്ക്രൂ ചെയ്ത് വെക്കുക. അതായത് നമ്മൾ അതിൻ്റെ മാക്സിമം ഫിറ്റിംഗ് വരെ നമ്മൾ കൈ കൊണ്ട് തന്നെ ആക്കുക. കാരണം വെച്ചാൽ നമ്മൾ ഇൻ കേസ് സ്പാനേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ത്രെഡ് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ ത്രെഡിലേറെ ഡാമേജ് ആകാൻ വേണ്ടി കാരണം. അപ്പോൾ മാക്സിമം നിങ്ങൾ അത് പോകുന്നത്ര വരെ നിങ്ങൾ കൈ കൊണ്ട് തന്നെ ടൈറ്റ് ആക്കുക. പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ സ്പാനേഴ്സ് യൂസ് ചെയ്തിട്ട് ടൈറ്റ് ആക്കിയാൽ മതി. പിന്നെ ടൈറ്റ് ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരിക്കലും ഓവർ ടൈറ്റ് ആക്കാൻ പാടില്ല. കാരണം വെച്ചാൽ ഓവർ ടൈറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ത്രെഡിന് കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഭാവിയിൽ നമ്മൾ റിമൂവ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്കതൊരു ഇൻ കേസ് നമുക്കതൊരു പ്രശ്നമായിട്ട് വരും. അപ്പോൾ ഓവർ ടൈറ്റ് ആക്കാനും പാടില്ല. അത് ശ്രദ്ധിച്ചുകൂടി നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക. എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ശേഷം നിങ്ങൾ ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ ഹോർനെറ്റിന് 10w40 മോട്ടോളിൻ്റെ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓയിലിൻ്റെ ജെന്യൂനിറ്റി ടെസ്റ്റിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തതാണെങ്കിൽ ഐ ബട്ടണിൽ ലിങ്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ്, ജസ്റ്റ് ചെക്ക് ഔട്ട്. അപ്പോൾ ഓയിൽ സീലൊക്കെ പൊട്ടിച്ചെടുത്തിട്ട് ശേഷം നമ്മളെ ആ ഒരു ഓയിൽ ഫില്ലിങ്ങിൻ്റെ ഏരിയ ഫുള്ളൊന്ന് ക്ലീൻ ആക്കി എടുക്കുക. അത് ഡിപ്സ്റ്റിക്കും അതിൻ്റെ വാഷറിന് കംപ്ലയിൻ്റ് ഉണ്ടോ നോക്കുക. അതൊക്കെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത ശേഷം അത് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് അത് നമ്മൾ വീണ്ടും അങ്ങോട്ട് ഓയിൽ ഒഴിക്കാൻ പോകും. വണ്ടിക്ക് ഓരോ ഓയിൽസാണ് റെക്കമെൻഡ് ചെയ്യുക, ഓരോ ക്വാണ്ടിറ്റിയാണ് വരിക. അപ്പോൾ നിങ്ങൾ വണ്ടിക്ക് വേണ്ട എത്ര ഓയിലാണോ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അത് അളന്ന് ഒഴിക്കുക. കാരണം വെച്ചാൽ ഇതിപ്പം എനിക്ക് എൻ്റെ വണ്ടിയുടെ എഞ്ചിന് 1 ലിറ്ററാണ് വേണ്ടത്. ഇത് 1 ലിറ്റർ ബോട്ടിലാണ്. അതുകൊണ്ട് അത് ഫുള്ളായിട്ട് അതിനകത്ത് നിറക്കുന്നുണ്ട്. അപ്പോൾ എഞ്ചിൻ ഓയിൽ നിറച്ച ശേഷം നമ്മൾ വണ്ടി എടുത്തിട്ട് പോകാൻ പാടില്ല. എഞ്ചിൻ ഓയിൽ നിറച്ചിട്ട് അത് ജസ്റ്റ് ഒരു 4 മിനിറ്റ്സിൻ്റെ അടുത്ത് ജസ്റ്റ് വണ്ടി ഐഡിലിടുക. വണ്ടിയുടെ കാര്യങ്ങളൊക്കെ എല്ലായിടത്തൊക്കെ അതൊന്ന് ഫ്ലോ ചെയ്തെത്താൻ വേണ്ടിയുള്ള ടൈം കൊടുക്കാം. അപ്പോൾ അത്രയുമാണ് ഗൈസ് വീഡിയോ. ഓയിൽ ചേഞ്ചിൻ്റെ വീഡിയോ DIY ഹാക്കാണിത്, അതായത് ഡു ഇറ്റ് യുവർ സെൽഫ്. അതായത് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യമാണിത്. അപ്പോൾ എഞ്ചിൻ്റെ ഡ്രെയിൻ ബോൾട്ടിൻ്റെ സൈസ് ഓരോ വണ്ടിക്ക് ഡിഫറെൻ്റ് ആയിരിക്കും. ഹോർനെറ്റിന് ഇവിടെ 12-ൻ്റെ ബോൾട്ടാണ് വന്നിരിക്കുന്നത്. സോ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലിലേക്ക് പുതിയ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ വിളിക്കുക. സോ ഞാൻ എൻ്റെ ചാനൽ കൂടുതലും യാത്ര സംബന്ധമായ വീഡിയോസും റൈഡിങ് സംബന്ധമായ വീഡിയോസും വാഹനങ്ങളെ സംബന്ധിച്ച വീഡിയോസാണ് ചെയ്യാറ്. സോ അടുത്ത വീട്ടിൽ കാണുന്നവരെ വേഗരി വ്ളോഗ്സ് സൈനിങ് ഓഫ്.